മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഞാൻ എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടി ബുക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവം എല്ലാവരെയും സൗഹൃദം എന്താണ് എന്തടി ടീച്ചറെ? അങ്ങനൊന്നുമല്ല പറയണ്ടേ. ഇങ്ങോട്ടെടുക്ക്, ഞാൻ വായിക്കാം. ഒന്നാമത്തെ ചാപ്റ്ററില്ലേ, ഞാൻ വായിപ്പിച്ചേക്കാം. ദൈവം തൻ്റെ ഛായയിലും മനുഷ്യൻ സൃഷ്ടിച്ചത്. മനുഷ്യൻ ദൈവം തൻ്റെ ജീവൻ നൽകി. ഇങ്ങനെ മിസ്സേ വായിക്കേണ്ടത്. സന്ദേശം തെറ്റി. അവൻ എൻ്റെ ഈശോയെ കൂടെ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. മിസ്സേ, എന്താ മിസ്സിന് കണ്ണാണ്? മിസ്സിന് കണ്ണാടിയുടെ കുഴപ്പമാണ്. എൻ്റെ കണ്ണാടി കുഴപ്പമോ? ഒന്ന് ഇറങ്ങി പോകും. പിന്നെ നാച്ചുറൽ കണ്ണാടിയാ. ഈ കണ്ണാടിയാണോ നാച്ചുറൽ കണ്ണാടി? ഞാൻ ഒന്ന് വെച്ച് നോക്കട്ടെ മിസ്സേ. എനിക്ക് വെച്ച് നോക്കണമെങ്കിൽ വെച്ച് നോക്കാം. എന്നാ പിന്നെ എനിക്ക് തരുമോ? ഓക്കെ, ഇനി ഞാൻ വെച്ച് നോക്കാം. എന്താ ഞാൻ അമ്മച്ചിയായോ? നോക്കട്ടെ. ഇതെന്താ ഹാൻഡ് റൈറ്റിംഗ്? നിങ്ങൾക്ക് എൻ്റെ പൊട്ടി മിസ്സേ, ഇത് കണ്ണു കാണാത്ത കണ്ണാടിയാന്നാ തോന്നുന്നത്. മിസ് ആരുടെ കണ്ണാടിയെ മാറി എടുത്തോണ്ട് വന്നത്? അയ്യോ, ചിലപ്പം എൻ്റെ അമ്മൂമ്മയുടെ ആയിരിക്കുമോ? വെച്ചേ. അക്ഷരങ്ങളൊന്നും കാണാനായിട്ടില്ല മോളെ, അതുകൊണ്ട് ഞാൻ വയസ്സായില്ലേ. അമ്മൂമ്മയ്ക്ക് വയസ്സായില്ലേ? പിന്നെന്താ വീട്ടിൽ ഇരുന്നൂടെ? കിടന്ന് പഠിപ്പിക്കാൻ വേണ്ടിയത് എന്താ പ്രയോജനം? എന്താ പറഞ്ഞേ? ഞാൻ വീട്ടിൽ ഇരിക്കാനേ എൻ്റെ അറിവുണ്ടാ. പിന്നെ നീ ആരെ, ഇവിടുത്തെ വലിയ തമ്പുരാട്ടിയോ? ഒന്ന് ഇറങ്ങി പോട്ടെ. അതെ, ടീച്ചറിന് കണ്ണുണ്ടെങ്കിൽ ടീച്ചറിന് ഞങ്ങൾ എപ്പോഴെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് പഠിച്ചോളൂ. ഇതിപ്പോൾ കുട്ടികളാണല്ലോ ടീച്ചറിനെ പഠിപ്പിക്കാൻ നിൽക്കുന്നത്. എന്താ ടീച്ചർ ഇത്? പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഞങ്ങൾ ചെന്ന് പറയട്ടെ. ഞാൻ എങ്ങനെ പഠിപ്പിക്കുക പിള്ളേരെ? അത് കുഴപ്പമില്ല, അപ്പം എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പഠിപ്പിക്കാം. അഡ്ജസ്റ്റൊക്കെ എന്തിനാ ചെയ്യുന്നത്? പുതിയ കണ്ണാടി ഐസിയൊന്നും അങ്ങോട്ട് വാങ്ങിച്ചൂടെ? നീ പൈസ തരൂ കണ്ണാടി പിടിക്കാൻ? അല്ല, പിന്നെ അവർക്ക് അങ്ങ് ആട കൂടി ഇരിക്കുവാന്നേ. മിസ്സിന് പനി വല്ലതും ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ വരണ്ടല്ലോ, വീട്ടിരുന്നാ പോരെ. ഞാൻ വായിക്കാം മിസ്സേ. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു നമ്മ തിന്നു ഏറ്റുള്ള യേശുവിനെ പരിശോധിക്കുകയും ചെയ്തു. ഓക്കെ, ഇത് മനസ്സിലായ മിസ്സിന്? എന്താ മോളെ? എൻ്റെ പൊന്നി ടീച്ചറെ, എനിക്ക് ഒരു മെച്ചടി ഈ കണ്ണാടി മനസ്സിലാവത്തില്ല. പിന്നെ ഇനി വയസ്സായിരിക്കുന്ന ടീച്ചറിന് ഈ കണ്ണാടി ഇട്ടൊന്നും മനസ്സിലാവാത്ത.